സ്നേഹസാഗരത്തിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അവർക്ക് ദുആ ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. അവരുടെ മകനായി അല്ലെങ്കിൽ അവരുടെ സഹോദരനായി നിന്നുകൊണ്ട് അവർക്ക് ഹിദ്മത്ത് ചെയ്തിട്ട് ദുആ ചെയ്യാൻ അവരുടെ മക്കളില്ല. ചിലപ്പോൾ ആ ഉമ്മ മരിച്ചു പോയത് പോലും ആ ഉമ്മ പ്രസവിച്ച മക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഉമ്മയുടെ മെയിൻ പ്രശ്നം കാലായിരുന്നു. കാല് പഴുത്ത് ദുർഗന്ധം വരുമായിരുന്നു. മക്കള് വീട്ടിൽ നിന്ന് പുറത്താക്കി. മരുമോള് പറഞ്ഞു, വാപ്പുമ്മാന്റെ അടുത്തേക്ക് പോവല്ല മോനെ, രോഗം പടരും. കുഞ്ഞുമക്കളല്ലേ, അവർക്ക് ഉപ്പുപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞ വലിയ സ്നേഹമാണ്. അവർ ഓടിച്ചെല്ലും കളിക്കാനും ചിരിക്കാനും ഒക്കെ. ഒഴിവാക്കിയവർ. ഞങ്ങൾക്ക് കിട്ടിയ ആ പ്രിയപ്പെട്ട ഉമ്മയെ വഴിയോരത്ത് കിടന്നതാണ്. കാല് വളരെ ഡേഞ്ചറാണ്, മുറിക്കേണ്ടി വരും. എന്റെ കാല് മുറിക്കരുത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. പരമാവധി ഡോക്ടർമാരെ കൊണ്ടുവന്ന് ചികിത്സ നടത്തി. ഒരു ദിവസം അവിടുത്തെ സഹോദരൻ, അവിടുത്തെ സ്റ്റാഫ് റാഷിദ് എന്നെ വിളിച്ച് പറയാണ്, ഉസ്താദേ ആ ഉമ്മ വലിയ പ്രശ്നമാണ് ഉസ്താദേ. ആ ഉമ്മ കാല് വേദനിച്ചിട്ട് രാത്രി ആ മുറിവിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് വന്ന് വിരട്ടിയാലേ ശരിയാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് എല്ലാ ദിവസവും പോകാൻ കഴിയില്ലല്ലോ സ്നേഹസാഗരത്തിൽ. എൻ്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം തുടങ്ങിയതാണ്. അവർക്ക് മോന് വേണ്ടി നിയ്യത്ത് ചെയ്ത് തുടങ്ങിയ സംവിധാനമാണ് വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടവരെ പരിചരിക്കുക എന്നത്. ഈ പയ്യാനിക്കലും ചാമുണ്ടി വളപ്പിലും ആരെങ്കിലും അങ്ങനെ അനാഥരായി കിടക്കുന്നെങ്കിൽ, നോക്കാൻ ആളില്ലെങ്കിൽ, നിങ്ങൾക്ക് ഫോൺ വിളിക്കുന്ന പൈസ പോലും ഞങ്ങൾ തരാം. അവരെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ പൊന്നുപോലെ അവരെ സന്തോഷത്തോടെ വളർത്തി അവർ നല്ലപോലെ മരിക്കട്ടെ. നല്ലൊരു അടക്കം, നല്ലൊരു ജീവിതം. അല്ലാഹുവേ, അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ ഉമ്മയെ ഞാൻ കാണാൻ ചെന്നു. ഉമ്മാക്ക് മനസ്സിലായി നൗഷാദ് ബാക്ക ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളോട് ദേഷ്യപ്പെടാനാണ്. ഞാൻ അമ്മാന്റെ അടുത്തോട്ട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് ഈ രാത്രി മുറിവൊക്കെ നിങ്ങൾ ഈ കുത്തി ഇങ്ങനെ ഇളക്കുന്നത്? സ്റ്റാഫ് വന്നു. ഉമ്മയുടെ കാലിങ്ങനെ കട്ടിലിന്റെ മുകളിലേക്ക് ചരിച്ചു വെച്ചു. അതിന്റെ കെട്ടങ്ങോട്ട് അഴിക്കുകയാണ്. കാൽപാദത്തിന്റെ അടിയിൽ ഒരു വലിയ ഹോളാണ് പ്രിയപ്പെട്ടവരെ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ മക്കളാണ് ആ കാൽച്ചുവട്ടിൽ ഹിദ്മത്ത് ചെയ്ത് ഉമ്മയുടെ വേദന മാറ്റിക്കൊടുക്കേണ്ടത്. കാല് പഴുത്ത് ഒരുപാട് മരുന്ന് ചികിത്സ ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ വളരെ അപകടകരമായ അവസ്ഥ. കാലം മുറിച്ചേ പറ്റൂ. ആ സഹോദരൻ പറയാണ്, ഉസ്താദേ ഉമ്മക്ക് രാത്രി എന്താ പരിപാടി എന്നറിയോ? രാത്രി ഞങ്ങൾ ഓട്സ് കുടിക്കാൻ വേണ്ടിയിട്ട് സ്പൂണും പാത്രവും കൊടുക്കുമ്പോ അത് കുടിച്ചിട്ട് സ്പൂണ് മാറ്റി വെക്കും. ഞങ്ങൾ ശ്രദ്ധിക്കൂല, സ്പൂണ് മാറ്റി വെക്കും. രാത്രിയായാൽ കാലിന്റെ കെട്ടടിച്ചിട്ട് എല്ലാവരും ഉറങ്ങുമ്പോ ആ സ്പൂണ് കൊണ്ട് ഈ പഴുത്തിരിക്കുന്ന മുറിവിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് അതിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൗണ്ട് കാണിക്കലാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ്? പറയാണ്, ഉസ്താദേ രാത്രിയായി കഴിഞ്ഞാൽ ഉറക്കം വരുന്നു, വല്ലാത്ത ചൊറിച്ചിലും കടിച്ചിലും ഒക്കെ. അതുകൊണ്ട് ഒന്നും ഇവര് തരില്ല എനിക്കവിടെ. മുറിവ് പൊട്ടി ബെഡിലൊക്കെ ആവൂലോ. അതുകൊണ്ട് ഞാൻ അവര് കാണാതെ മാറ്റി വെച്ചിട്ട് ആ സ്പൂണ് കൊണ്ട് ഇങ്ങനെ മാന്തി പിളർക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വേദന നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്നെ ആരൊക്കെ വലിച്ചെറിഞ്ഞാലും, എന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, എന്നെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, എന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഉസ്താദേ, എനിക്ക് വേദന സംഹാരിയായി 2 ആയുധമുണ്ട്. ഒന്ന് ആയത്തുൽ കുർസിയാണ്, ഒന്ന് ആമന റസൂലുമാണ്. ഞാനത് ഓതിയിട്ടാണ് കിടക്കാറുള്ളത്. ഞാനത് ഓതിയിട്ടാണ് കാലിലൂതാറുള്ളത്. ഞാനത് ഓതിയിട്ടാണ് മരുന്ന് കഴിക്കാറുള്ളത്. അല്ലാഹുവേ, ആയത്ത് റസൂലും ആമന റസൂലും മക്കൾക്ക് പകരം സ്നേഹത്തോടെ ചേർത്ത് വെച്ച ഒരു പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ റബ്ബേ. ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ.
വഹുമാ യശ്ഫിയാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആമന റസൂൽ നിങ്ങൾക്ക് രോഗശാന്തിയാണ്. എപ്പോഴാണ് രോഗം വരുന്നതെന്ന് പറയാ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവര്? എപ്പോഴാണ് അല്ലാഹു ഒരു പരീക്ഷണം തരുന്നതെന്ന് പറയാൻ കഴിയോ? എപ്പോഴാണ് ഒരു നൊമ്പരം തരുന്നതെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണ് പ്രതിസന്ധി തരുന്നതെന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇപ്പൊ ചെറിയ വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ഈ കടയോരത്ത് ചാമുണ്ടി വളപ്പിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, കുറച്ച് പൈസയെ കിട്ടുന്നുള്ളൂ, എന്നാൽ റാഹത്താണ് ഉസ്താദേ, സന്തോഷമാണ്. എന്താണ് അങ്ങനെ പറയാ കാരണമെന്നറിയോ? എന്താണ് അങ്ങനെ പറയാ കാരണമെന്നറിയോ? നിങ്ങൾക്ക് അല്ലാഹു രോഗം തരാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് അല്ലാഹു രോഗം തരാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. രോഗം തന്നാൽ ആ സന്തോഷമില്ല, പിന്നെ പണം മുഴുവനും ഹോസ്പിറ്റലിലാണ്, പിന്നെ പണം മുഴുവനും ചികിത്സക്കാണ്. അല്ലാഹുവേ, സ്വലാത്തിന്റെ അത്ഭുതം നടക്കുന്ന ചാമുണ്ടി വളപ്പിലെ മനോഹരമായ സദസ്സിലിരുന്നു കൊണ്ട് ഞങ്ങൾ പറയുന്നു, അല്ലാഹ്, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലല്ലാ. അവർക്ക് താങ്ങാൻ കഴിയൂല റബ്ബേ, അവർക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ. ഇന്നുമുണ്ട് മാസത്തിൽ 4000 രൂപ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഫാറൂഖിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. പാവപ്പെട്ട രോഗിക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മുടങ്ങാതെ കൃത്യമായി അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന സഹോദരനാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു കാണുന്ന ഒരു വേദിയല്ലേ, സ്വലാത്ത് കൊണ്ട് അത്ഭുതം തീർക്കുന്ന വേദിയല്ലേ. ചിലപ്പോ ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റിത്തന്നാലോ? തന്നുകൂടാ എന്നില്ല. മറ്റന്നാൾ ഇവിടെ ഭക്ഷണം വിതരണം നടത്തുമ്പോ ഏതെങ്കിലും ഒരു മുതലാളി തന്റെ വീട്ടിൽ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം പോലെ നിങ്ങൾ കരുതി പോകണ്ട. ഇതെന്തെന്നറിയോ? ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമെന്ന് കരുതി പോകണ്ട. ഇവിടെയുള്ള പണക്കാരനും പാവപ്പെട്ടവനുമല്ല വന്ന് നിന്നുകൊണ്ട് ആ ഭക്ഷണം വാങ്ങി പോകുമ്പോ അത് എന്റെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ ഭക്ഷണത്തിലേക്ക് സ്വലാത്ത് മജ്ലിസിന്റെ വളർച്ചയ്ക്ക് ഈ മജ്ലിസിന് വേണ്ടി 4444 രൂപ നിയ്യത്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും ഒന്ന് വേഗം പറയണം കേട്ടോ. എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തിന്റെ മനോഹരമായ കണ്ണീരിന്റെ അരികിലൂടെ നടന്നുപോയി ദുആ ചെയ്ത് പിരിയേണ്ട വേദിയാണിത്. അല്ലാഹു തന്ന സുവർണാവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടെ പെങ്ങളെ, 4444 എന്ന് ഞാൻ പറയുമ്പോ നീ ഒരുപാട് ഇതിനെ കുറിച്ച് കണക്ക് കൂട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നാളെ നിനക്ക് ചെയ്യാനുള്ളത്, അതുകൊണ്ട് നിനക്ക് വാങ്ങാനുള്ളത്, അതുകൊണ്ട് നിനക്ക് ഷോപ്പിംഗ് നടത്താനുള്ളത്, അതുകൊണ്ട് നിനക്ക് ദുനിയാവിൽ നേടിയെടുക്കാനുള്ളത്, അതുകൊണ്ട് നിനക്ക് കൂട്ടിവെക്കാനുള്ളത് ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്നോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് മജ്ലിസിന് വേണ്ടി നിയ്യത്ത് ചെയ്താൽ അല്ലാഹുവേ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും മാറാത്ത രോഗത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തിയാൽ ഈ സന്തോഷം നിനക്കെന്നും നിലനിൽക്കൂലേ?